അല്ല, ഇവിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു പദ്ധതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന BJP എന്തിനാണ് ഈ 7 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യമല്ലേ? അപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ച് നടത്താൻ പറ്റുന്ന BJPക്ക് ഒരു നാഷണൽ ഇലക്ഷൻ, ഒരു ജനറൽ ഇലക്ഷന് 7 ഘട്ടം വേണം. ഇത്രയും ദിവസങ്ങൾ ഗ്യാപ്പിട്ട് വേണം. ഒരു ഉത്തർപ്രദേശ് അല്ലെങ്കിൽ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ 7 ഘട്ടങ്ങളിലായിട്ട് നടത്തണം. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കോമഡി. പിന്നെ ഞാൻ കേരളത്തിലെ ഒരു കാര്യത്തെക്കുറിച്ച് വരാം. അത് നിങ്ങൾ എന്നിൽ നിന്ന് ചിലപ്പോൾ അതായിരിക്കില്ല പ്രതീക്ഷിക്കുന്നതെങ്കിലും ഇവിടെ ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് CPM ഇവിടെ മുസ്ലിം ജനവിഭാഗങ്ങളോട് നടത്തുന്ന ഒരു കോഡ് ഭാഷയിലുള്ള ഒരു സംസാരമുണ്ട്. ആ കോഡ് ഭാഷയിലുള്ള സംസാരത്തിന്റെ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഇവിടെ ഈ CAAയുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലും ഒക്കെ ആയിട്ട് ബന്ധിപ്പിച്ച് പറഞ്ഞത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവിടെ KS ഹംസ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയായത് എന്ന് താങ്കൾ നികേഷോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? അവിടെ എങ്ങനെയാണ് ഈ ഹംസയുടെ അപ്പുറത്ത് കരീം ഒരു സ്ഥാനാർത്ഥിയായത്? ഇവിടെ സമസ്തയുടെ സ്ഥാനാർത്ഥിയാണ് ഹംസ എന്ന് പറയുന്നു. അപ്പോൾ ഈ കരീം കെയും ഹംസയും തമ്മിൽ, അല്ലെങ്കിൽ അവിടെ പൊന്നാനിയിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും സമസ്തയുടെ കുറെ വോട്ടുകൾ കോഴിക്കോട് എളമരം കരീമിന് മറിയും എന്ന് കേൾക്കുന്ന കാര്യമൊക്കെ ഇവിടെ CPMന്റെ പ്രതിനിധിയോട് ചോദിക്കാവുന്നതാണ്. ഇവിടെ EP ജയരാജനാണെങ്കിൽ അദ്ദേഹത്തോട് അങ്ങനെ എന്തെങ്കിലും ഡീല് നടക്കുന്നുണ്ടോ? ഇവിടെ മലബാറിൽ സമസ്തയുടെ ഷജറ വിഭാഗം, അതായത് ഹമീദ് ഫൈസി അമ്പലക്കടവ്, മുസ്തഫ മുണ്ടുപാറ, ഉമർ ഫൈസി മുക്കം, ഇതുപോലെയുള്ള ചില സമസ്തയുടെ നേതാക്കൾ വഴി ഇവിടെ സമസ്തയുടെ വോട്ടുകൾ CPMലേക്ക് മറിക്കാനുള്ള ഒരു ഗൂഢമായിട്ടുള്ള നീക്കം നടക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് CPM ഈ മുസ്ലിം വിഭാഗങ്ങളോട് മാത്രം കോഡ് ഭാഷയിൽ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊരു വർഗീയതയല്ലേ? ഒരു വർഗീയ കാർഡല്ലേ? BJPയുടെ വർഗീയതയെക്കുറിച്ച്, പച്ചയ്ക്ക് വർഗീയത പറയുന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇവിടെ ഈ ഉള്ളിൽ കൂടി, അതായത് ഇങ്ങനെ പതിയെ ഒരു ചെറിയ ഡോസേജ് എന്ന രീതിയിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളെ, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ നടത്തുന്ന ഈ കോഡ് ഭാഷയിലുള്ള പ്രചരണം, അത് CAA ആകാം, മറ്റെന്തെങ്കിലും ആകാം. അതേസമയം മുഖ്യമന്ത്രി പൂഞ്ഞാർ വിഷയത്തിൽ പറഞ്ഞ കാര്യത്തെ അദ്ദേഹം തള്ളിപ്പറയുന്നുമില്ല. അത് ഒക്കെ കൂടി ഒന്ന് നമ്മൾ ചർച്ച ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് പറയാനുണ്ട്. ദേശീയ കാര്യത്തിലേക്ക് വന്നാൽ ഞാനിവിടെ ശരിയാണ് താങ്കൾ പറഞ്ഞ ആ ഒരു കാര്യം. നികേഷ് സാർ, ആ രീതിയിലുള്ള കോഡ് ഭാഷയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ കേരളത്തിൽ? അത് അങ്ങനെ ഒരു സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ മുസ്ലിങ്ങളോട് മാത്രം സംസാരിക്കുന്നു എന്നുള്ളതല്ല. ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഡോഗ് വിസിലൊന്നും അല്ല, ആ നിലയിൽ കാണുകയും വേണ്ട. CAA എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ മതേതര ഘടനയെ തച്ചുടക്കുന്ന ഒരു പുതിയ നിയമനിർമ്മാണമാണ്. അതിനെതിരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിച്ചേ തീരൂ. ആ നിലയിലാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്. ആ നിലയിലാണ് ഉച്ചത്തിൽ സംസാരിക്കാൻ വേണ്ടി ഇടതുപക്ഷം ശ്രമിക്കുന്നത്. പക്ഷേ CAA പറയേണ്ട വിഷയം തന്നെയാണ്. അതേസമയം ഇപ്പോൾ എളമരം കരീമിനെ മുമ്പില്ലാത്ത രീതിയിൽ എളമരം കരീം മത്സരിക്കുന്നു, എളമരം കരീമിന് വോട്ട് ചെയ്യുക എന്നതിനപ്പുറം കരീം കെക്ക് വോട്ട് ചെയ്യുക എന്ന് ബോധപൂർവം അങ്ങനെ പരസ്യം കൊടുക്കുന്നു, അങ്ങനെ ആ രൂപത്തിൽ മാറുന്നു എന്നുള്ളൊരു വിമർശനം. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിൽ ഇപ്പോൾ ഈ 2024 എത്തി നിൽക്കുന്ന സമയത്ത് ഓരോ സ്ഥാനാർത്ഥിയെയും ബ്രാൻഡ് ചെയ്യാനാണ്. നിങ്ങൾ ഓരോ സ്ഥാനാർത്ഥിയെ നോക്കൂ, ഹൃദയത്തിൽ ഹൈബി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജോയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേരിലെ ജായുമായി ചേർത്ത് വെച്ചിട്ടുള്ള ചില കൂട്ടിച്ചേർക്കലുകളാണുള്ളത്. ജയരാജന് ജയിക്കാനായി ജയരാജൻ എന്ന് പറയുന്നു. അപ്പോൾ ആ നിലയിൽ കരീം എന്ന് പറയുന്നത് ബ്രാൻഡിംഗ് ആണ്, ഒരു പേരിന്റെ ബ്രാൻഡിംഗ്. അല്ലല്ല, അതിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. അതായത് കരീമിക്ക എന്ന് പറയുന്നതും ഹൃദയത്തിൽ ഹൈബി എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. കാരണം അഡ്ജക്റ്റീവോ ആഡ്വർബോ ചേർക്കുന്നത് പോലെയല്ലോ ഒരു മതവിഭാഗത്തിന്റെ വിളിക്കുന്ന വിളിപ്പേര് കൂട്ടിച്ചേർക്കുന്നത്. അത് തന്നെയാണ് പറഞ്ഞത്. ഇക്കയും ഏട്ടനും അതൊക്കെ കൃത്യമായി ഓരോ സമുദായത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയുള്ള അത് അവരുടെ ബ്രാൻഡിംഗ് ആണ്. നോക്കൂ, കരീംക എന്ന് പറയുന്നത് പ്രായമായിട്ടുള്ള, നമുക്ക് കരീംക എന്ന് വിളിക്കാവുന്ന ആളാണ്. മലബാറിൽ അങ്ങനെ ഇക്ക എന്ന് വിളിക്കുന്നതൊന്നും മതവും വർഗീയതയൊന്നും അല്ല. അതുപോലെ രാഘവനെ രാഘവേട്ട എന്ന് വിളിക്കുന്നത് മതവും വർഗീയതയൊന്നും അല്ല. അത് ബഹുമാന സൂചകമായിട്ടാണ്, അത് ബ്രാൻഡിംഗ് ആണ്. അതിനപ്പുറത്തേക്ക് ആ ആളെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ ശശിയേട്ട എന്ന് വിളിച്ചു തുടങ്ങേണ്ടേ? അല്ല, ശശിയേട്ട എന്ന് വിളിക്കണമെങ്കിൽ ശശിയേട്ട എന്ന് പറയുന്ന ഒരു ബ്രാൻഡിംഗ് അവിടെ വേണം. തടസ്സങ്ങളൊന്നുമില്ലല്ലോ. ഇല്ല, ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാം. അല്ലെങ്കിൽ അത് പണ്ട് കാലത്ത് പ്രശ്നമായിട്ടുണ്ട്. പന്നിയേട്ട എന്ന് തിരുവനന്തപുരംകാരെ വിളിക്കാൻ ശ്രമിച്ചു. കെ മുരളീധരനാണ് വിളിച്ചത്. DAC കാലത്ത്. ശരി.